നമുക്ക് അടുത്തൊരു ആൾട്രേഷൻ്റെ വീഡിയോ വയ്ക്കാമല്ലോ. ഇത് TPA ഏതോ ഒരു നമ്പർ ഞാൻ മറന്നുപോയി. 50+50 ചാനൽ ഔട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് 8 വോൾട്ട് മുതൽ ഈ ബോർഡ് 24 വോൾട്ട് വരെയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം ഇതൊരു ബസ്സിലേക്കുള്ളതാണ്. അപ്പോൾ ബസ്സിൽ ചിലത് വലിയ വണ്ടിയിൽ വരുന്നത് 24 വോൾട്ടാണ്. ഇത് കണ്ടോ, DC to DC കൺവെർട്ടർ 24 വോൾട്ട് ഇന്ന് ഔട്ട് 27 10 ആമ്പിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് പരാതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നാക്കി അവർ ഇതായി, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞ അവർക്ക് 50+50 കിട്ടിയാൽ മതി ഓരോ ചാനൽ. അപ്പോൾ ഞാനിതിലേക്ക് ഇന്ന് RS Electronics നിന്ന് എടുത്ത ബോർഡ് ഇതാണ്. ഒരു 400-ൻ്റെ ഉള്ളിൽ ഒക്കെ റേഞ്ച് വരുന്ന ഒരു ബോർഡാണ് അത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ ബ്രിഡ്ജ് ഡയോഡ് ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വോൾട്ട് നമ്മളൊന്ന് കുറക്കണം. ഇത് 8 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ കപ്പാസിറ്റി. അപ്പോൾ ബസ്സിൽ റണ്ണിങ് കൂടുതൽ വരുമ്പോൾ ബസ് റണ്ണിങ്ങിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മിനിയേച്ചറോ ഹാർമേച്ചറോ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ബാറ്ററി ചാർജ് ആവണം, അതും കൂടി റണ്ണിങ് വരുമ്പോൾ വണ്ടി ഓടുമ്പോൾ എന്തായാലും 28 വോൾട്ട് 30 വോൾട്ട് വരെയൊക്കെ ചിലപ്പോൾ ചാർജിങ് വോൾട്ട് വരും. അപ്പോൾ എന്താവുമെന്നറിയോ, ഈ ബോർഡ് ഡാമേജ് ആവും. ഇത് പക്ക 24 വരെ ഈ ബോർഡ് താങ്ങുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതുപോലെ ബ്രിഡ്ജ് ഡയോഡ് വെച്ചിട്ട് ബസ്സിൻ്റെ ബാറ്ററിയിൽ നിന്ന് വരുന്ന പ്ലസ് മൈനസും ഈ AC-ൻ്റെ കണക്ഷൻ്റെ അവിടെ വരുന്നത് 3510 മെറ്റൽ ഡയോഡാണ് ഇവിടെ കൊടുക്കുക. ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് അതേമാതിരി അടുത്തേൽ കൊടുക്കുക. അപ്പോൾ 2 എണ്ണം ആയില്ലേ. അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ ഏകദേശം 1.5 3 വോൾട്ടോളം ഇവിടെ കുറഞ്ഞു കിട്ടും. ഓക്കെ. ഒരു ലാസ്റ്റ് വരുന്നില്ല ഒരു കപ്പാസിറ്റർ കൊടുക്കണം എന്നില്ല, ഓൾറെഡി ഇതിൻ്റെ ഫിൽറ്റർ സ്റ്റേജിൽ കപ്പാസിറ്റർ ഉണ്ട്, ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിന് റെഗുലർ 3510 ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 4 വോൾട്ടോളം കുറയും തോന്നുന്നു. അപ്പോൾ ഈ ബോർഡ് ഡാമേജ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, ഇവിടെ ഞാൻ ഫുള്ള് ഓൺലൈനിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണുണ്ടേ. ഇങ്ങനത്തെ ബക്ക് കൺവെർട്ടർ ഇല്ലേ, ഇത് ഉപയോഗിച്ചിട്ട് ഇതിൽ 20 വോൾട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നേരെ ബോർഡിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്തായി 23 വോൾട്ട് എന്തെങ്കിലും വെച്ചിട്ട് അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ഇതിനുള്ള ഈ വോൾട്ട് കിട്ടും. അപ്പോൾ ഈ ബോർഡ് ഡാമേജ് ആവില്ല. ചിലർ പറയും ക്ലാസ് D ബോർഡ് വെച്ചിട്ട് പെട്ടെന്ന് അടിച്ചു പോകണമെന്ന്. അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ആരെയും ഇതാക്കാനല്ല, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ബിഗിനേഴ്സിന് വേണ്ടി ഉദ്ദേശിച്ച് മാത്രാട്ടാ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് ഒരിക്കലും ഡാമേജ് ആവില്ല. 24 വോൾട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറക്റ്റ്, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ SMPS ഉപയോഗിച്ചിട്ട് 24 വോൾട്ട് കൊടുത്താൽ സ്റ്റേബിളായിട്ട് 24 വോൾട്ട് കിട്ടും. അപ്പോൾ ബസ്സിലോ വണ്ടിയിലോ നമുക്ക് അങ്ങനെ 24 വോൾട്ട് കറക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. 12 വോൾട്ട് വണ്ടിയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ പിന്നീടും വരാം കേട്ടോ. ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോളെ. ബൈ.